ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിവാഹത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി. ഈ എപ്പിസോഡിൽ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് വിവാഹത്തിന് ആവശ്യമായ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യമാണ് വിവാഹ ജീവിതത്തിനുള്ള വിളി. രണ്ടാമത്തെ കാര്യമാണ് വിവാഹ ജീവിതത്തെക്കുറിച്ച് ആവശ്യമായ അറിവ്. മൂന്നാമത്തെ കാര്യമാണ് വിവാഹ ജീവിതത്തിന് ആവശ്യമായ കഴിവ്. ഇവ മൂന്നുമില്ലാതെ വിവാഹിതരാകുന്നവർ വിവാഹ ജീവിതത്തിൽ പരാജയപ്പെടും. പറയുണ്ട്, വിവാഹ ജീവിതം അനുഗ്രഹപ്രദമാകണമെങ്കിൽ നമ്മുടെ ശ്രദ്ധ അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ 3 കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ആദ്യമായിട്ട് വിളിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ കന്യകാമറിയത്തെ ദൈവം വിളിക്കുന്നത് കാണാൻ പറ്റും. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹ ജീവിതത്തിലേക്ക് ദൈവം തന്നെ ക്ഷണിക്കുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുക. പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹോസിയ ആദ്യത്തെ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഹോസിയ പ്രവാചകൻ വിവാഹ ജീവിതത്തിന് പ്ലാനൊന്നും ഇല്ലാതിരുന്ന മനുഷ്യനാണ്. അവന് വിവാഹ ജീവിതത്തിലേക്ക് ദൈവം തന്നെ ക്ഷണിക്കുന്നു. ഗെറ്റ് മാരീഡ് എന്നാണ് ഹോസിയ പ്രവാചകനോട് ദൈവം പറഞ്ഞത്. നീ വിവാഹം കഴിക്കണം. ഇനി അതിന് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം തന്നെ പറയാണ്, ആരെങ്കിലും കിട്ടിയാൽ പോരാ, ഞാൻ കാണിച്ചു തരുന്ന വ്യക്തിയെ നീ വിവാഹം ചെയ്യണം. പറയുന്നുണ്ട്, വിവാഹം കഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അവരായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് ഉറപ്പിക്കുന്നതിന് മുമ്പ് ദൈവവുമായിട്ട് ആലോചന ചെയ്യണം. പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ട് വേണം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇനി ദൈവം ആവശ്യപ്പെട്ട ഒരു കാര്യം, നീ ഒരു വേശ്യയെ വിവാഹം കഴിക്കണം. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണോ? അതും വിവാഹ ജീവിതം ആഗ്രഹിക്കാതിരുന്നൊരു മനുഷ്യനെ അതിന് സമ്മതിപ്പിച്ചിട്ട് പറയുകയാണ്, നീ ഒരു വേശ്യയെ വിവാഹം കഴിക്കണം. അതിനും സമ്മതിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം, ഏതെങ്കിലും ഒരു വേശ്യയല്ല, ഞാൻ കാണിച്ചു തരുന്നവളെ. എന്നിട്ട് ദൈവം കാണിച്ചു കൊടുത്തത് ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്, ഗോമർ. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ അനുസരിക്കുന്നതിന് ഭാഗമായിട്ട് ഹോസിയ പ്രവാചകൻ അതും സ്വീകരിക്കാൻ തയ്യാറായി. അതിനുശേഷമാണ് ദൈവം പറഞ്ഞത്, ഇനി നീ ഇസ്രായേൽ ജനത്തോട് പറയുക, എനിക്ക് അവരോടുള്ള സ്നേഹം നീ ഈ വേശ്യയോട് കാണിച്ച സ്നേഹം പോലെയാണ്. നമ്മൾ കാണുന്നുണ്ട് ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഇവള് വിട്ടുപോയിട്ടും അവളെ പോയി തിരിച്ചു കൊണ്ടുവരാൻ പറയുന്നു. അവളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറയുന്നു. ആ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കേണ്ട പേരെന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പറയുന്നുണ്ട്, ദൈവം വിളിച്ചാൽ വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുള്ള വിവാഹ ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ കൂടെ ദൈവമുണ്ടാകും എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. രണ്ടാമത്തെ കാര്യമാണ് വിവാഹ ജീവിതത്തെക്കുറിച്ചുള്ള അറിവ്. ഒരു ചെറുപ്പക്കാരൻ വിവാഹിതനായത്, അവൻ പറഞ്ഞത്, ഞാൻ പ്രീ മാര്യേജ് കോഴ്സൊന്നും കൂടിയില്ല, വേറൊരാൾ എനിക്ക് വേണ്ടി കൂടി, എന്നിട്ട് എൻ്റെ പേരിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. ഇവിടെ നമുക്കറിയാം, വിവാഹ ജീവിതത്തിന് മുമ്പ് ഈ പ്രീ മാര്യേജ് കോഴ്സ് എന്തിനാണ്? വിവാഹ ജീവിതത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അവിടെ പോലും തിരിമറി കാണിച്ച് വേണ്ടത്ര അറിവില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കാണാൻ പറ്റും. ഹോസിയ 4:6 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ജനം നശിക്കുന്നത് അജ്ഞത മൂലമാണ്. പറയുന്നുണ്ട്, അറിയേണ്ടതറിയാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാലും ഇതുപോലത്തെ നാശം അവരുടെ ജീവിതത്തിൽ സംഭവിക്കാം. മൂന്നാമത്തെ കാര്യമാണ് വിവാഹ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കഴിവ്. നമുക്ക് ശാരീരികമായ ഒരു വളർച്ച മാത്രം പോരാ, ആധ്യാത്മികമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകണം, വൈകാരികമായിട്ടുള്ള പക്വത ഉണ്ടാകണം. ഇവ മൂന്നുമില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ അവർ പരാജയപ്പെടും. പറയുന്നുണ്ട്, ഇക്കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നല്ല വിവാഹ ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അറിവ് ഏറ്റെടുത്തുകൊണ്ട് അഭിഷേകം ആഗ്രഹിച്ച് നമുക്കിനി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേരാം. നമ്മളിന്ന് ഒരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത് യങ് മാരീഡ് കപ്പിൾ, യൗവനം വിടാത്ത ദമ്പതിമാരായിട്ടുള്ളവരുണ്ട്. അവരുടെ നന്മയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്ത്രീയും പുരുഷനുമായി മനുഷ്യനെ സൃഷ്ടിച്ച നല്ല ദൈവമേ, എല്ലാ ദമ്പതിമാരെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളങ്ങയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. പുരുഷന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് അരുൾ ചെയ്ത ദൈവമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും ദാമ്പത്യ ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന എല്ലാ സുഖദുഃഖങ്ങളെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. വിവാഹത്തെ വിരൂപമാക്കുന്ന
സ്വാർത്ഥതയും അസൂയയും അശുദ്ധിയും അഹങ്കാരവും വെടിഞ്ഞ് വചനത്തിലും സ്നേഹത്തിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയും പരിത്യാഗവും വിശുദ്ധിയും വിശ്വസ്തതയും ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മുഖമുദ്രയാക്കണമേ. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അതിലൂടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാകാനും അങ്ങയോട് ചേർന്ന് മുപ്പിരിച്ചരടാകാനും എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ ഇന്നത്തെ എല്ലാ അവസ്ഥകളും ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഏറ്റെടുത്ത് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെ, ലോകം മുഴുവനെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.